Morning to you all, my dear learners. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്സിലറി ആണ് എടുത്തത്. പുതിയ വ്യൂവേഴ്സിൻ്റെ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്സിലറി എടുത്തതാണ് പറയും. ആം, ഈസ്, ആറ്, വാസ്, ആറ്, പിന്നെ ഹാസ്, ഹാബ്, ആഡ് വരെ എടുത്തിട്ടുണ്ട്. കണ്ടിന്യൂഷനാണ്. ഞാനെന്ന് വെച്ചാൽ എനിക്ക് ബെനിഫിറ്റിനൊന്നും വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ അതാ ഞാൻ എല്ലാ വ്യൂവേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാണെന്ന് നിർബന്ധമില്ല. അവിടെ വളരെ സ്ലോലി കഴിഞ്ഞ പ്രാവശ്യത്തെ പറ്റി അഭിപ്രായങ്ങളൊക്കെ കുറേ ആളുകൾ എന്നോട് പറയുമ്പോൾ വേറെ സ്ലോയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് സ്ലോയിൽ, പിന്നെ സമയത്തെക്കുറിച്ച് പറഞ്ഞു 25-30 മിനിറ്റിലധികം എടുക്കുക. കാരണം വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ വ്യൂവേഴ്സിൻ്റെ എന്താണ് അവരുടെ ഒപ്പീനിയൻസ് പൂർണ്ണമായിട്ട് കളക്ട് എടുത്തുകൊണ്ടാണ് പ്രാവശ്യം 25-30 മിനിറ്റ് അത് 3 ഓക്സിലറിയാണ് എടുക്കുന്നത്. ഇന്ന് കിടക്കുന്നത് ഡു, ഡസ്, ഡു. ഡൂവിന്റെ അർത്ഥം എന്തെങ്കിലും മലയാളം ഡൂ ചോദിച്ചു ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എക്സാക്ട് അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ പുതിയ വ്യൂവേഴ്സിനും പഠിതാക്കൾക്കും വേണ്ടി വാക്കാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയുന്നവർക്ക് അർത്ഥം അറിയില്ല എന്നല്ല പറയുന്നത്. ഓക്കെ, ടു ചെയ്യുന്നു, ഡു ചെയ്യുന്നു, ഡസ് ചെയ്യുന്നു, ഡിഡ് ചെയ്തിരുന്നു. ഈ എക്സാക്ട് അണ്ടർസ്റ്റാൻഡിങ് സ്വന്തം മലയാളം, അതായത് ആ മീനിങ് മനസ്സിലാകാതെ എടുത്തോളം കാലം ഇത് വെയ്ഗ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉണ്ടാവും. വെയ്ഗ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അതായത് ക്ലിയർ അല്ലാതെ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് വെയ്ഗിൽ. വെയ്ഗ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് യഥേഷ്ടം ആദർശമോ ഉപയോഗിക്കാൻ കഴിയും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തും. കഴിഞ്ഞൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ബില്ലും ഷാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അങ്ങനെയാണ്. പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലായ ഓക്സിലറി ബില്ലും ഷാനും വെക്കണ്ടല്ലോ, ബില്ല് വെച്ചാൽ മതി, അല്ലെ ഷാനും വെച്ചാൽ മതി. അപ്പോൾ അതിപ്പം ഞാൻ പറയുന്നില്ല. ഇപ്പം 2-3 ദിവസം മുമ്പ് ഒരു ക്ലാസ് ഞാനിങ്ങനെ മനസ്സിൽ തോന്നി, ഇങ്ങനത്തെ ഒരു ക്ലാസ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ പഠിതാക്കൾക്ക് കിട്ടുക? അത് മാത്രമല്ല, അത് ഒരു പുതിയ ഒരാളല്ല പറയുന്നത്. 10-55 ഒരു റിട്ടയർഡ് ഹാൻഡായി പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഐ ഗോട്ട് വണ്ടർ റിയലി ടു ആൻ എക്സ്റ്റെൻറ്റ്. എന്താ കാരണം? എന്തായിരിക്കും ഇവരൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായി 55 കൊല്ലക്കാലം ഈ റിട്ടയർ ആകുന്നത്? അതിനെ പറ്റി ഒന്നും പറയുന്നത് നമ്മൾ ക്ലാസ്സിലേക്ക്. ഡു ചെയ്യുന്നു, ഡസ് ചെയ്യുന്നു, ഡിഡ് ചെയ്തിരുന്നു. ഇരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, അതിന് വന്ന് ഇങ്ങനെ പറയുന്നതിനൊന്നും അല്ല. കറക്റ്റ് എക്സാക്ട് അണ്ടർസ്റ്റാൻഡിങ്, അദ്ദേഹം പറഞ്ഞ എക്സാക്ട് മലയാളം. പോയിരുന്നു. നമ്മുടെ സാധാരണ ലോക്കലായിട്ടെല്ലാം പറയുമ്പോൾ പോയി ഇന്നലെ പറയാം അല്ലേ? അതല്ല, നമ്മളിങ്ങനെ ഈ ഓക്സിലറിന്റെ മീനിങ് പഠിക്കുമ്പോൾ ഡു ചെയ്യുന്നു, ഡസ് ചെയ്യുന്നു, ഡിഡ് ചെയ്തിരുന്നു. പാസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ നിയറസ്റ്റ് പാസ്റ്റ് ഇന്നലെ. ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഹാഡ് എന്ന ഓക്സിലറിയാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് പിന്നീട് എടുക്കുമ്പോൾ ആ ഹാഡ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലായിട്ട് ഹാഡ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ബിൽഡിങ്ങിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് ഉണ്ടായിരുന്നു. അപ്പൊ അതവിടെ ഹാഡാണ്. അത് നമ്മൾ ഹാസ് ഹാവ് എടുത്തിട്ടുണ്ട്. ഡിഡ് എന്ന് ഹാഡിനെ പറ്റി പറയുന്നത് ഇംഗ്ലീഷ് സാഹിത്യം പറയുന്നത് ലോങ് പാസ്റ്റും ഡിഡ് നിയറസ്റ്റ് പാസ്റ്റിലെയും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണെന്നാണ്. ശരിയോ? കറക്റ്റ് അല്ലേ? അതല്ലേ ലാംഗ്വേജ്, ഭാഷ എന്താണ് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നത്. അപ്പോൾ ഡിഡ് നിയറസ്റ്റ് പാസ്റ്റും ഹാഡ് ലോങ് പാസ്റ്റും, ആ വ്യത്യാസം ഞാനൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഹാസ് ഹാവ് ഹാഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ എത്രയോ ആണ്, അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഹീ ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. സിംഗുലറിന്റെ കൂടെ ഡസ്സും, പ്ലൂറലിന്റെ കൂടെ ദേഡു, വീഡു, ആയിട്ട്. പ്ലൂറലിന്റെ കൂടെ ഡു, വീഡു. രണ്ടിന്റെ അർത്ഥം ഡു ചെയ്യുന്നു, ഡസ് ചെയ്യുന്നു, അല്ലെ? ഹീ ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. ചെല്ലിൽ ഹീ പ്ലേസ്, ഹീ വർക്ക്സ്, ഹീ റീഡ്സ്. ഇപ്പൊ ഹീ പ്ലേസ്, ഹീ റീഡ്സ്, ഷീ റീഡ്സ് എന്ന് പറയുമ്പോൾ എത്രയെങ്കിലും പഠിച്ചത് കോടി അല്ലെ? ഹീന്റെ പേര് മാറ്റുമ്പോഴത്തേക്ക് രമ റീഡ്സ്, സീത റീഡ്സ്, അല്ലേ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പോ എത്രയെങ്കിലും വാചകത്തിന്റെ കൂടെ എത്രയെങ്കിലും വേർഡ്സിന്റെ കൂടെ നമുക്ക് ഈ ഡൂം ഡസും നമുക്ക് വെക്കാം അല്ലെ. ഈ ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. ലോകത്തിലെ എല്ലാ ഹീമാരും, ലോകത്തിലെ എല്ലാ ഹീമാരും, ലോകത്തിലെ എല്ലാ ഇറ്റും. ഇറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദാറ്റ്സ് ന്യൂ സ്റ്റാർട്ട് വാർഡ് അല്ലേ. അപ്പൊ ഹീ ഡസ്, ഷീ ഡസിന്റെ ഓരോരോ ഉദാഹരണം തരാം. അവൻ റോഡിൽ നടക്കുന്നു. He does walk on the road അല്ലെ. He does walk on the road. അടാ അല്ല, ഒറ്റയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഡസ് അവിടെ ആ ഓക്സിലറി നമ്മൾ ഉപയോഗിക്കില്ല. എങ്ങനെയാ പറയാ? ഹി വാക്സ് ഓൺ ദ റോഡ്. കാരണം സിംഗുലറിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സബ്ജക്റ്റ് വാല്യം ഉണ്ടാകും. വർക്ക്, വാക്ക്, അതായത് വെർബിന്റെ കൂടെ യെസ് ഫോം ചേർക്കുന്നു. അപ്പൊ ഹി വാക്സ്, ഹി വാക്സ്, ഹി സിംഗ്സ്, ഹി റീഡ്സ്, ഇങ്ങനെ ഇത്രയെങ്കിലും കോഡുകളുണ്ടാകും. ഈ രണ്ട് വാചകത്തിലെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ബേസ് പഠിച്ചതിന് ശേഷം നമുക്ക് ലോങ് സെന്റൻസ് ഉണ്ടാക്കാം. He works in that factory. He works in that factory. Direct Mangalore. ഇങ്ങനെയല്ലേ നമ്മൾ കോൺവെർസേഷൻ വരുന്നത്. അപ്പോൾ കോൺവെർസേഷൻ വരുമ്പോൾ ലോങ് സെന്റൻസ് വരുന്നുണ്ടെങ്കിൽ ഈ ബേസ് നമ്മൾ നല്ല ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ കറക്റ്റിലായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. He works in that particular factory by the last several years. ഇല്ല, ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ ഹീക്ക് പകരം പേര് വെച്ചാൽ അല്ലെങ്കിൽ ആ വർക്ക് ഫോം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൊടാനുകൂടി സെന്റൻസ് ഫോർമേഷൻ അല്ല, സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഫോർമേഷൻ മീൻസ് വാചക രൂപീകരണം. നമ്മുടെ ഏടെ പഠനത്തിൽ വാചക രൂപീകരണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എപ്പോഴെപ്പോഴും അത് ആ ഫോർമേഷന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോർമേഷൻ മീൻസ് വാചക രൂപീകരണം. വാചക രൂപീകരണം പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് ഗ്രാമർ, അതായത് ഇങ്ങനെയില്ല, ബേസ് സൈഡ് ഓഫ് ദ ഗ്രാമർ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്നാൽ മാത്രമേ നമുക്ക് ആ എക്യുറസി, കറക്റ്റ്നെസ് നമുക്ക് കിട്ടണം. ഓക്കെ, ഫോർ യുവർ കൈൻഡ് നോളജ്. അപ്പോൾ ഹീ ഡസ്, ഇറ്റ് ഡസ് അല്ലെ. ഇറ്റ് ഡസ്, ഇറ്റ് എന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രേഷ്ഠ വേർഡ്. ഇറ്റ് INSTEAD. ഇറ്റ് മലയാളം പകരം, പകരം നിൽക്കുന്ന വാക്കാണ്. ലോകത്തിലെ ഇറ്റ്, ഇത് ഇന്ന് പകരം നിൽക്കുന്നു അല്ല. നമ്മൾ പറയാണ് ഇറ്റ് അത് വേഗത്തിൽ ഓടുന്നു. അങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ, നമ്മളതിനെ ഇംഗ്ലീഷ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇറ്റ് ഡസ് റൺ ഫാസ്റ്റ്ലി. ഇറ്റ് ഡസ് റൺ വെരി ഫാസ്റ്റ്ലി. ഇറ്റ് ഡസ് റൺ വെരി ഫാസ്റ്റ്ലി ഓൺ ദ റോഡ് അല്ല. റോഡിൽ അത് വളരെ വേഗത്തിൽ ഓടുന്നു. അതായത് ഈസിന്റെ അർത്ഥം വരുന്ന ഐഡിയാണ് കൊണ്ടിരിക്കുന്നു അല്ലെ. കണ്ടിന്യൂസ് എന്ന് ഞാൻ പറയുന്ന ബുദ്ധിമുട്ട്. അപ്പൊ ഇപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഓടുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല. ഇംഗ്ലീഷ് സാഹിത്യത്തില് ഓടുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു, ഓടിയിരിക്കുന്നു, ഓടിക്കൊണ്ടേയിരിക്കുന്നു, ഈ 4 രീതിയിലാണ് നമ്മളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രസന്റ് ഫോം ഓഫ് ദ വെർബ് കട്ട് ചെയ്യുന്നത്. ഓടുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു, ഓടിയിരിക്കുന്നു, ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് ഞാൻ ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പ്രത്യേകം എടുക്കുന്നുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഡസ് ഈന്റെ കൂടെ മനസ്സിലാക്കി, ഷീന്റെ കൂടെ മനസ്സിലാക്കി, എല്ലാത്തിനും ഞാൻ ഒരു ഉദാഹരണം തന്നു. ഈന്റെ കൂടെയും ഷീന്റെ കൂടെയും എത്രയോ പേരുകളുടെ കൂടെ വെച്ചിട്ട് പറയാന്ന് പറഞ്ഞു അല്ലേ. ഇറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് പദാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിന് നിങ്ങൾ ഹീ ഡസ് വാക്ക് ഓൺ ദ റോഡ് എന്ന് നമ്മളിപ്പോ പറഞ്ഞു അല്ലേ. അപ്പൊ അതിന് ചോദ്യം എങ്ങനെയാണ്? അവർ റോഡിൽ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർ റോഡിൽ നടക്കുന്നോ എങ്ങനെ പറയാം? ആ വർബ് ഫോം എടുത്തിട്ട് ഫസ്റ്റ് പാർട്ടിൽ വരും അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് എവിടെ വരുന്നുണ്ട്? ഫസ്റ്റ് പാർട്ട്. ഇവിടെ എന്താണ് ഈ ഓക്സിലറി ക്വസ്റ്റ്യൻ വേർഡായി ആക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും ഡസ് ഹി, അപ്പൊ നമ്മള് വാക്സ് എന്ന് പറയുന്നില്ല, ഡസ് ഹി വാക്ക് ഓൺ ദ റോഡ്. അപ്പൊ നിങ്ങൾ ഉത്തരം എന്താ പറയാ? അതേ റോഡിൽ നടക്കും. ഹി ഡസ് വാക്ക് ഓൺ ദ റോഡ് എന്ന് പറയാ, അല്ലെങ്കിൽ ഹി വാക്സ് ഓൺ ദ റോഡ്. രണ്ടും ശരിയാണ്. ഡസ് അവിടെ ഉണ്ട് അല്ലെ. ഡസ് ഹി വാക്ക് ഓൺ ദ റോഡ്? ഹി ഡസ്. ഇല്ല, അവൻ നടക്കുന്നില്ല. എങ്ങനെ പറയാ? നോ, ഹി ഡസ് നോട്ട് വാക്ക് ഓൺ ദ റോഡ്.
അവിടെ നമ്മള് ഒറ്റ ഡസ് വെക്കുന്നില്ലെങ്കിൽ വാക്സ് എന്ന് പറയില്ല അല്ലേ എന്ന് പറയും. അത് ഹി വാക്സ് ഓൺ ദ റോഡ് എന്നാ പറയുന്നത്. അത് ഡസ് ചേർക്കുന്ന ഓക്സിലറി കേൾക്കുമ്പോൾ ഹി ഡസ് വാക്ക് ഓൺ ദ റോഡ്. ഡസ് ഹി വാക്ക് ഓൺ ദ റോഡ്? ആസ് ഹി ഡസ്. നോ ഹി ഡസ് നോട്ട്. അപ്പൊ അതിലെ ഓക്സിലറി അതിന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയുക? അതില് ടാഗ് എന്ന് പറഞ്ഞതിനെ പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിവരം തന്നിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് 24 ഓക്സിലറിയാണുള്ളതെന്ന് ഇംഗ്ലീഷ് സാഹിത്യം പല പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത ബുക്ക്, ഇന്ത്യയിലും വിദേശത്ത് പബ്ലിഷ് ചെയ്ത ബുക്കുകൾ ഞാൻ കണ്ടമാനം നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും 24 ഓക്സിലറി എന്ന് എഴുതി വെച്ചല്ലാതെ 24 ടാഗ് എന്ന് എഴുതി വെച്ചോ, അതും കൂടി എഴുതി വെക്കണമായിരുന്നു. ഞാനത് ഓരോ ക്ലാസ്സിലും എടുത്തുകൊണ്ട് പറയുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ പുതിയ പുതിയ വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ it does not. അപ്പൊ നമ്മളതിന്റെ ടാഗ് പറയുമ്പോൾ എന്താണ്? ടാഗ് എത്ര ഉള്ളത്? there are only 24 ടാഗ് ഇന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ്. പക്ഷെ അത് അങ്ങനെ 24 മാത്രമേ ഉള്ളൂ എന്ന് എഴുതി വെച്ചിട്ടില്ല. ഒരു പഠിതാവിനെ സംബന്ധിച്ച് വായിച്ചെങ്കിൽ മനസ്സിലാക്കാൻ കഴിയണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ അവിടെ എന്താ പറയാ? doesn't he അല്ലെങ്കിൽ doesn't it അല്ലെങ്കിൽ doesn't she, മൂന്നല്ലേ ചോദ്യം വരുന്നത്. he, she, it. അപ്പൊ doesn't he, doesn't she, doesn't it. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഡസ് അർത്ഥം ചെയ്യുന്നു, എന്റെ ബ്രീഫായില്ല കണ്ടന്റ് ഞാൻ പറയുന്നു. ഡസ് ചെയ്യുന്നു അല്ലെ? അപ്പോ അതിന്റെ ചോദ്യം ടാഗായിട്ട് വരുന്നത് ഡസിൻ, ഡസിൻ, ഡസിൻ ഷി അല്ല ഡസിൻ ഹി അല്ല ഡസിൻ ഇറ്റ്, മൂന്നല്ലേ വരുന്നു. അപ്പൊ ചെയ്യുന്നു, ചെയ്യുന്നോ, ചെയ്യുന്നു, ചെയ്യുന്നില്ല, ചെയ്യുന്നില്ലേ, ഇല്ലേ ഇല്ലേ ഇല്ലേ, അതാണ് ടാഗ്. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നുണ്ട്. കാരണം പുതിയ പഠിതാക്കൾക്ക് ഇപ്പൊ ഒരു ആദ്യത്തെ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അവർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. അപ്പോ ഇതെല്ലാം എവിടെയോ ഉപയോഗിക്കുന്ന പറഞ്ഞത്? പ്രസന്റിൽ. ഭാഷ ഒഴുകുന്നത് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, 3 കാലഘട്ടങ്ങളുണ്ടായിട്ട്. അപ്പൊ നമ്മൾ പ്രസന്റില് ഹീന്റെ കൂടെ, ഷീന്റെ കൂടെ, ഇറ്റിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറിയെ കുറിച്ചാണ്. ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. അപ്പൊ അർത്ഥം മനസ്സിലായി. ഈ ഏത് സബ്ജക്റ്റിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായി. ഈ ഷീറ്റ് 3 സബ്ജക്റ്റിന്റെ കൂടെയാണ് ഡസ് ഉപയോഗിക്കുന്നത് മനസ്സിലായി. അതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ പോസിറ്റീവ് ആൻസർ, പിന്നെ നെഗറ്റീവ് ആൻസർ, പിന്നെ ടാഗ് അല്ലെ. അപ്പൊ 5 ഫോംസ്, 5 ഫോർമേഷൻ. 5 ഫോർമേഷൻ എന്നാൽ 5 ലക്ഷം, 5 ലക്ഷം അല്ലേ. അപ്പൊ നമുക്ക് സപ്പോസ് you require to attain the rocket capacity clearly, very clearly, whenever you open the mouth, it is required to flow. If the language is required to flow, we must have a thorough knowledge regarding the base knowledge. അപ്പൊ ബേസ് ആയിട്ട് നമ്മൾ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി ഗെറ്റ് puzzled whenever we do talk, whenever we began to talk, whenever we open the mouth to do talk. അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഭാഗർക്കും ഇംഗ്ലീഷ് വരാതിന്റെ കാര്യം, ആ ബുദ്ധിമുട്ടുന്നതിന്റെ കാര്യം, പസലാവുന്നതിന്റെ കാര്യം, ബ്ലോക്ക് ആവുന്നതിന്റെ കാര്യം ഒക്കെ എന്താണ്? ഈ ബേസ് സൈഡ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നന്നായിട്ട് വേണം. അല്ലെങ്കിൽ അത് ഇൻ വൺ വേ ഓർ അതർ വി കൻ എക്സ്പ്രസ് വിത്ത് ബിറ്റ് മിസ്റ്റേക്ക് വിൽ ഹാപ്പൻ സംടൈംസ്. But we want to do a thorough knowledge regarding the base side of the language. Then we can do, when we can write, we can speak very accurately and understanding upon the base of the grammar itself. അപ്പോൾ ഗ്രാമർ എന്ന് പറഞ്ഞല്ല പഠിക്കുന്നത്. പക്ഷേ ഇത് ഓക്സിലറി ഒക്കെ പഠിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ പഠിച്ചു പോകാം. ഗ്രാമർ മാത്രമല്ല, ഗ്രാമർ എന്ന പദയിലും പറയുമ്പോൾ പുതുതായിട്ടുള്ള പഠിതാക്കൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, ഭയം തോന്നുന്നു, അതായത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ചെയ്യും. അപ്പൊ അന്ന് വേണ്ട. അത് ജസ്റ്റ് ഞാനിങ്ങനെ പറയുന്ന മാത്രമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയില്ലേ. അടുത്തത് ഡിഡ് അല്ലേ. ഞാൻ പറഞ്ഞു ഡൂ ഡസ്, ഈ ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ് എവിടെ ഉപയോഗിക്കുന്നു? പ്രസന്റിലാണ് ഉപയോഗിക്കുന്നു പറഞ്ഞ് അതിന്റെ അർത്ഥം പറഞ്ഞ് ക്ലിയർ ആയിട്ട് അത് അതിൽ 5 ഫോർമേഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ യു ഗോട്ട് എ ക്ലിയർ കട്ട് ഐഡിയ റിഗാർഡിംഗ് ദ സെയിം ഓഫ് ഓക്സിലറി വെർബ്സ് അല്ലേ. ആ സെയിം ഓക്സിലറി വെർബ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വളരെ ക്ലിയർ കട്ട് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ ഒരു അറിവ് കിട്ടി. ഈ റിവൈൻഡ് ഇതൊക്കെ നമുക്ക് ആവശ്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് ന്യൂ വ്യൂവേഴ്സിനും പഠിതാക്കൾക്ക് റിവൈൻഡിങ് സെൻസ്, റിവൈൻഡിങ് അത് നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ അതിനൊന്നും ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആവും. അതാണ് റിവൈൻഡിങ് സെൻസ് ഇസ് റിക്വയർഡ്.
റിവൈൻഡിങ് സെൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. റിവൈൻഡിങ് സെൻസ് നമ്മൾ പ്രായോഗികതയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ ഡൗട്ട്സ് എല്ലാം ഉണ്ട്, അങ്ങനെ കണ്ടമാനം വായിക്കുകയൊന്നും വേണ്ട. അത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അത് 2-3 പ്രാവശ്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ബ്രെയിൻ ആക്ടിവേറ്റ് ബ്രെയിൻ റിക്വയർഡ് ടു ആക്ടിവേറ്റ് വിത്ത് ദ ലാംഗ്വേജ് എന്നാണ് ഇംഗ്ലീഷ് സാഹിത്യം വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പറയുന്നത്. അത് വളരെ കറക്റ്റാണ്. എന്നാൽ മാത്രമേ ആ ബ്രെയിനിൽ നിന്ന് വരുന്നവർ ഓപ്പൺ ദ മൗത്ത് ദാറ്റ് വിൽ ക്യൂറിയോസിറ്റി. ഓക്കെ, പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് ഡിഡിലേക്ക് പോകാം അല്ലെ. ഡിഡിന്റെ അർത്ഥം എന്താണ്? ചെയ്തിരുന്നു. ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിലാവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ. ചെയ്തിരുന്നു എപ്പോഴാണ്? പാസ്റ്റ്. ഇന്നലെ ഞാൻ ചെയ്തിരുന്നു, ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, ഇന്നലെ ഞാൻ പാടിയിരുന്നു, ഇന്നലെ ഞാൻ സ്റ്റേജിൽ സംസാരിച്ചിരുന്നു, ഇന്നലെ ഞാൻ എഴുതിയിരുന്നു, ഇന്നലെ ഞാൻ നേരത്തെ ഉറങ്ങിയിരുന്നു, ഇന്നലെ ഞാൻ മൂവി വാച്ച് ചെയ്തിരുന്നു, ഇന്നലെ ഞാൻ അദ്ദേഹത്തെ ഫോൺ ഓവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. അല്ലേ, ഇരുന്നു. അപ്പൊ ആ ഡിഡിന്റെ അർത്ഥമായിട്ടല്ല ഞാൻ പറയുന്നത്. ചെയ്തിരുന്നു, ഓടിയിരുന്നു, പാടിയിരുന്നു, തിന്നിരുന്നു, എഴുതിയിരുന്നു, നേരത്തെ ഉറങ്ങിയിരുന്നു, അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പൊ ഇതെല്ലാം ഇരുന്നു എന്ന് പറയുന്ന വാക്ക് കംപ്ലീറ്റ് ഇവിടെ വരുന്നത് ഒടിവടുകളാണ് വരുന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഫോർമേഷൻ ഇപ്പൊ എത്ര കിട്ടിയത്? ഇപ്പൊ ഈ ഒരു 25-30 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എത്രയെങ്കിലും ഫോർമേഷൻ ഇസ് ദ ഫർമാസ്റ്റ് ഫാക്ടർ. ഞാൻ എപ്പോഴും അത് പറയും. കാരണം ആ ഫോർമേഷൻ, കാരണം സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുറേ കാലം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്തരം ഒരു ഗൈഡൻസ് കിട്ടാതെ ഒരു ചില മാനസിക അവസ്ഥ കൂടിയുണ്ട്. കാരണം അപ്പോഴുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ പഠിതാക്കളോട് ഞാൻ പറയുന്നത് കാര്യവും അത് തന്നെയാണ്. ആവർത്തിച്ചു വരാം. അല്ല ആവർത്തനം രസത്തെയോ അല്ല, എന്താ ഈ ആവർത്തിക്കുന്നത്? ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആവർത്തിക്കുക. നിങ്ങൾ 10 മിനിറ്റ് ചിലവാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി വളരെ സംശുദ്ധമായ, വളരെ ക്ലിയർ കട്ടായിട്ടുള്ള, വളരെ തറോ നോളജ് യു മസ്റ്റ് റിക്വയർ ചെയ്യും മാസ്റ്റർ. ഓക്കെ, അപ്പൊ ഡിഡ് ചെയ്തിരുന്നു എപ്പോഴും വരുന്നത് പാസ്റ്റ് അല്ലേ. ഡിഡ്. അദ്ദേഹം അവിടെ പോയിരുന്നു. അദ്ദേഹം, അവൻ എന്നൊക്കെ പറയുന്നത് ഹി അല്ലെ. ഹി ഡിഡ് യു ദർ. അവൻ അവിടെ പോയിരുന്നു പാസ്റ്റായി അല്ലേ. മലയാളത്തിന്റെ യൂസേജിലല്ലേ നമ്മൾ ആ പോയിരുന്നു നമ്മൾ മലയാളം മനസ്സിലാക്കിയത് എവിടെയാണ്? പാസ്റ്റ്. അപ്പൊ തന്നെ അതിന്റെ വേർഡ് എന്താണ്? അപ്പൊ നമ്മൾ ഫോർമേഷൻ ഉണ്ടാക്കുന്നത് ആ പാസ്റ്റ്. ഹി ഡിഡ് ഗോ ദർ. ഇവിടെ പാളി എന്താണ്? നേരത്തെ ഉറക്ക് തെളിഞ്ഞിരുന്നു. ഗോ ഫോർ ദ മോർണിംഗ് വാക്ക്. പോയിരുന്നു കിടക്കാൻ രാവിലത്തെ പ്രഭാത സവാരിക്ക് അദ്ദേഹം പോയിരുന്നു. മോർണിംഗ് വാക്ക്. അപ്പൊ ഡിഡ് വെക്കുന്നത് ചെയ്തിരുന്നു. ഏത് കർമ്മമാണോ അതായത് അതിന്റെ കൂടെ പോയിരുന്നു, പാടിയിരുന്നു. ഞാൻ മലയാളം കുറെ തന്നതിനാണ് കുറേ കേൾക്കട്ടെ എടുക്കാൻ കുറേ ക്ലിയർ ഉണ്ട്. പോയിരുന്നു, ഓടിയിരുന്നു, ചാടിയിരുന്നു, പാടിയിരുന്നു, തിന്നിരുന്നു, എഴുതിയിരുന്നു, കളിച്ചിരുന്നു, ഉറങ്ങിയിരുന്നു, അത് നടക്കാൻ പോയിരുന്നു, നേരത്തെ കാപ്പി കുടിച്ചിരുന്നു, എല്ലാം വരുന്നത് വീടിന് ഈ മാറ്റുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അല്ലെ വാക്ക് നമുക്ക് ഫോർമേഷൻ ചെയ്യാം. ഒരു ഷീക്കും അത് തന്നെ അല്ലെ. ഷീ സിംഗിൾ. അപ്പൊ ഷീന്റെ കൂടി പേര് വെച്ചിട്ടാകുമ്പോൾ എത്രയെങ്കിലും വാചകങ്ങൾ നമുക്ക് ഫോർമേഷൻ ചെയ്യാം. ഷീ ഡിഡ്, ഹി ഡിഡ്, ഇറ്റ് ഡിഡ്, അതോടിയിരുന്നു. അപ്പൊ നമ്മളെങ്ങനെ പറയാ? ഹി ഡിഡ് റൺ. അല്ല എങ്കിൽ ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ വാക്യം ഉണ്ടാക്കുന്നത് അല്ലെ. ഈ വെന്റ്, അവൻ പോയിരുന്നു അല്ലെ. പോയിരുന്നു. ഹി ഡിഡ് ഗോ, വെന്റ്, ഗോൺ. ഈ 3 ഫോംസ് ഒന്നും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഈ ഡിഡ് വെച്ചിട്ട് പാസ്റ്റിലും ഡൂഡസ് വെച്ചിട്ട് പ്രസന്റ് പ്ലൂറലിന്റെ കൂടി സിംഗുലറിന്റെ കൂടി പ്രസന്റ് ഉപയോഗിക്കുക. കൺഫ്യൂഷൻ ആവേണ്ട. അതുകൊണ്ട് അതായിട്ട് പറയാത്തത്. ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റിന്റെ ഇട മാത്രം ആ ഡിഡിൽ മാത്രം. ആ ഡിഡിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ഡിഡ് എവിടെയാ ഉപയോഗിക്കുന്നത് പറഞ്ഞു, കൃത്യമായ മലയാളം പറഞ്ഞു, എത്രയെങ്കിലും വാചകം ഉണ്ടാക്കാന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമുക്ക് എന്താണ് ലോങ് സെന്റൻസ് ഉണ്ടാക്കാൻ. ഒരു ഉദാഹരണം ഞാൻ ലോങ് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലി പഠിതാക്കൾ എന്ത് ചെയ്ത് 2-3 വേർഡ് ഉപയോഗിച്ചു നമ്മൾ പഠിക്കുകയാണ്. പഠിച്ചു പിന്നെ നമുക്ക് അതിനെ ലോങ് സെന്റൻസ് ആക്കാം അല്ലേ. ലോങ് സെന്റൻസ് പറയേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരു ലോങ് സെന്റൻസ് നമ്മൾ പറയാം. He did walk on the high road at morning എന്ന് പറഞ്ഞാൽ എന്താ? അവൻ
അദ്ദേഹം ഹൈവേ റോഡിൽ രാവിലെ നടന്നിരുന്നു. ലോങ് അല്ലേ? പിന്നെയും കുറച്ചും കൂടി ലോങ് ആക്കിയത് വിത്ത് ഹിസ് ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ തന്നത് അത് ലോങ് സെന്റൻസ് കൂടി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റും. He did walk on the high road with his friends at early morning. അപ്പം he did walk എന്ന് മാത്രമല്ല, അയാൾ നടന്നിരുന്നു എന്നാണ് നമ്മൾ പറയുന്നെങ്കിലോ ഡിഡ് ഉപയോഗിക്കാതെ he walked on the high road. He walked. അതെല്ലാവർക്കും 3 ഫോം. ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മുഴുവൻ വെബിന്റെ 3 ഫോംസ് അറിയണമെന്നൊന്നുമില്ല. 3 ഫോംസ് അല്ല ഉള്ളത്. അത് ഞാനിപ്പോ ഇവിടെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. സാധാരണ വെബ്സിന് എത്ര ഫോം ഉണ്ട്? 5 ഫോംസ്. വാക്ക്ഡ് അല്ലേ? ടു വാക്ക് എന്നില്ല. വാക്കിംഗ് പ്രസന്റിന്റെ കണ്ടിന്യൂസ്. അപ്പൊ എത്ര ഫോംസ് വരുന്നുണ്ട് വെർബിന്? 5 ഫോംസ് ഉണ്ട്. ഈ 5 ഫോംസിൽ നമ്മൾ പഠിക്കണം. 5 ഫോംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തിനാ ഈ 5 ഫോംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് കൊടാനും കൂടി വാചകം ഉണ്ടാക്കുന്നത്. അതാണ് തന്നെ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ്. അതന്നെയാണ് കമ്മ്യൂണിക്കേഷനിൽ ചെയ്യാൻ പറ്റാത്തതിന് കാരണം. ഈ ഡീപ്പ് നോളജ് റിഗാർഡിംഗ് the subject language. I told earlier itself from the beginning onwards, always I am saying she is the what, she is the window of the world. That much awareness is for the language. So such awareness we just require to find it out. That we can't do it in a day. And we take a long period. We required to run behind, then the thing become okay, we'll get it. Okay? അപ്പൊ അതിങ്ങളെ അറിവിന് വേണ്ടി പറഞ്ഞു. അതായത് നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ? അപ്പോ ഡെഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇല്ലേ? ഡു ഡച്ച് പറഞ്ഞു, ഡു വിത്ത് പ്ലൂരൽ പറഞ്ഞു, ഡസ് വിത്ത് സിംഗുലർ പറഞ്ഞു, ഡിഡ് വിത്ത് സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂരലിന്റെ. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദേ ഡു, വി ഡു, ഐ ഡു, ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. പിന്നെ ഇങ്ങനെ എടുത്തു വന്ന് പാസ്റ്റിലേക്ക് സിംഗുലറിന്റെ കൂടെയും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും സിംഗുലറിന്റെ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് സിംഗുലർ സബ്ജക്ട് ആൻഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്സ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഡിഡ്. ഡിഡ്, വി ഡിഡ്, യു ഡിഡ്, ഐ ഡിഡ്, എല്ലാം ഡിഡാ ഉപയോഗിക്കും. ചെയ്തിരുന്നു, അവർ ചെയ്തിരുന്നു. കണ്ടോ? ദേ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ്. എന്താണ്? അവര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ നമ്മളെ ചോദ്യങ്ങളിലേക്കാ ഡിഡ് ദേ ഓൾ അറ്റൻഡ് ഫോർ ദ മീറ്റിംഗ്? അവരെല്ലാം അറ്റൻഡ് ചെയ്തിരുന്നോ? അപ്പൊ ഉത്തരം നെഗറ്റീവ് ഉത്തരം നോ, ദേ ഡിഡിന്റ്. ഇല്ല, അവർ അറ്റൻഡ് ചെയ്തിരുന്നില്ലേ? ഡിഡിന്റ്. കണ്ടോ? അപ്പൊ ഇത്രയും അടിയങ്ങൾക്ക് 5 ഫോർമേഷൻ. അപ്പോൾ നമ്മള് ഈ ഓക്സിലറിയിൽ കംപ്ലീറ്റ്ലി 5 ഫോർമേഷൻ പഠിച്ചെടുക്കണം. കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, 24 ദിവസം എടുത്തോളൂ. 24 ദിവസം, 24 ഓക്സിലറികളിൽ 24 ദിവസം എടുത്തോളൂ. 24 ദിവസം കൊണ്ട് നിങ്ങൾ ഓരോ ഫോമിന്റെ ഓക്സിലറീസിന്റെ ING ഫോം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കമ്മ്യൂണിക്കേറ്റീവ് കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത്? അത് ഇത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് ആണ് ഞാൻ പഠിതാക്കി കൊടുക്കുന്നത്. കാരണം അതായത് അത് എല്ലാത്തും ഓക്സിലറി ടാഗ് ഇങ്ങനെ പഠിപ്പിച്ച കാര്യം പഠിതാക്കൾക്കില്ല. പക്ഷെ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഞാൻ 24 ഓക്സിലറി കൊടുക്കുന്നു. 24 ഓക്സിലറി, ഓരോ ഓക്സിലറിക്കുണ്ട് 5 വാചകം ഉണ്ടാക്കുന്നത്. അപ്പൊ 5 വാചകം ഉണ്ടാക്കുമ്പോൾ എത്ര വാചകം ഉണ്ടാക്കാൻ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ഒരു മാസത്തിനടുത്ത് നിങ്ങളെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വാസ്നസ് നിങ്ങളെ പിടിച്ചെടുത്ത് അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇംഗ്ലീഷിനോട് മധുരം കൊടുക്കും. എന്നാൽ ഈ ഇനീഷ്യൽ ലേണേഴ്സിന്, യഥാർത്ഥ ഇനീഷ്യൽ ലേണേഴ്സ് മാത്രമല്ല പല പഠിതാക്കൾക്ക് ഉണ്ടാകുന്നത് ഇതിന് കയ്പ് നീര് പോലും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടുന്ന ഒരു സ്വീറ്റ്നെസ് കിട്ടും. ആ സ്വീറ്റ്നെസ് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ അവർ റൺ അവേ ഫ്രം ദ ട്രാക്ക്. yourself find it out time. You always try to spare time for that, to run behind that and on that particular track. Then the thing become okay within a very shortest period. Those who are willing, and all are willing, that I know all are willing to communicate, but those who are willing to communicate using the language, they can attain the language, definitely, no doubt. That is the clear method, such a clear understanding, such a clear method I am giving. അത്ര വലിയ ക്ലിയർ മെത്തേഡ് ആയി കൊടുക്കും. ആ മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു കൻ ഗെറ്റ് കോൺഫിഡൻസ്. കോൺഫിഡൻസിന് റിസൾട്ട് വരുന്നെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവും. റിസൾട്ട് ഇല്ലാതെ ഞാൻ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, കോൺഫിഡൻസ് ഇല്ലാതെ ഇവിടെ സംസാരിക്കാത്ത എന്ന് പറയുന്ന പോലെയാണ്.
മിയർ കോൺഫിഡൻസിനോട് നമുക്ക് ആർക്കും സംസാരിക്കുക, ഏതെങ്കിലും ഭാഷ സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്? നോട്ട് ദ കോൺഫിഡൻസ് ബട്ട് lack of knowledge is the reason. Lack of knowledge itself is the reason that even though you are willing to communicate, you are not in a position to communicate. To understand in these are connected with the language English, just try to study. പക്ഷേ എറ്റ് ടൈമോ അല്ലെങ്കിൽ വിത്തിൻ എ ഡേയോ എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ആ സംശയം വേണ്ട. അല്ല ആന്ന് പറയുന്ന ആരും ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വന്ന വലിയ ഇല്ല, സാധ്യമല്ല. അപ്പൊ നമുക്ക് വൺ ആഫ്റ്റർ എനദർ അല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യു ക്യാൻ പ്രൊസീഡ് വിച്ച് എവർ ഇറ്റ് മേ ബി ദ മാറ്റർ. അപ്പോൾ അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വലിയ ലോങ് പീരീഡ് ഒന്നും നടക്കണം. നിങ്ങൾ 3 months or 6 months suppose you spare just to study the language English, കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, ഭാഷ സംസാരിക്കണം എന്നാണല്ലോ എല്ലാവരും MA-ക്കാരൻ്റെ BA-ക്കാരൻ്റെ PhD-ക്കാരൻ്റെ ആകും ഇല്ലേ? അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മാർഗം. അപ്പോൾ ആ മാർഗത്തിന് അതീതമായിട്ട് ഞാൻ ബേസ് ആയിട്ട് ഗ്രാമറിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡു വി ഡു ഐ ഡു ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് 5 മിനിറ്റ് ക്ലാസ് നിർത്താം. അത് നിങ്ങൾക്കെല്ലാം അടുത്തൊന്ന് കൊടുക്കുന്നു. ഡു വി ഡു ഐ ഡു, he does, she does, it does. പിന്നെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞു, ചെയ്യുന്നു അല്ലെ? അപ്പൊ ചെയ്യുന്നോ, ചെയ്യുന്നു, ചെയ്യുന്നില്ല, ചെയ്യുന്നില്ലേ, 5 വാചകത്തിന് മലയാളം ഉണ്ട്. ഏത് ഭാഷ? മലയാളം എങ്ങനെ കിട്ടിയതിന് മലയാളത്തിലെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഷക്കാരും, ഏത് ഇതര ഭാഷക്കാർക്കും ആ ഭാഷയിൽ നിന്ന് സമാന പദപ്രയോഗം ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പറ്റില്ല. മലയാളത്തിൽ ഞങ്ങൾ പറയും ഇംഗ്ലീഷ് ചിന്തിച്ചു, നോ നോ നോ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഡിഡിനെ പറ്റി പറഞ്ഞു, ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഡിഡ് സിംഗുലറിന്റെ കൂടി ആസ് വെൽ ആസ് പ്ലൂറലിന്റെ കൂടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ചെയ്തിരുന്നില്ല, ചെയ്തിരുന്നില്ലേ, 5 വാക്കാടെ ഇങ്ങോട്ട് കിട്ടി. അപ്പൊ ഐ തിങ്ക് യു ഗോട്ട് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് ടൂഡസിലും ബെഡിലും ഇന്നത്തെ ക്ലാസ്സിൽ തത്വയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.